എല്ലാവർക്കും LSSൻ്റെ EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 5, 6, 7 ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം എന്താണ്? കേരളത്തിൻ്റെ ദേശീയ ആഘോഷം ഏതാണ്? ഓണം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് കലയാണ്? കഥകളി. കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. കഥകളിയിലെ വാദ്യങ്ങൾ ഏവ? കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് എന്നിവയാണ് കഥകളിയിലെ വാദ്യങ്ങൾ. നാലാമത്തെ ചോദ്യം എന്താണ്? ക്രിസ്ത്യാനികളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? മാർഗം കളി. സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കലാരൂപം ഏതാണ്? ഓട്ടൻതുള്ളലാണ്. സാമൂഹ്യ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മം കലർത്തിയും ചിട്ടപ്പെടുത്തിയ കലാരൂപം. ഓട്ടൻതുള്ളൽ അല്ലേ? ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? സ്വാതി തിരുനാൾ പ്രശസ്തനായിരുന്നത് ഏത് മേഖലയിലായിരുന്നു? സംഗീത കലയിലായിരുന്നു സ്വാതി തിരുനാൾ പ്രശസ്തനായിരുന്നത്. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏത്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം. അടുത്ത ചോദ്യം എന്താണ്? കഥക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? കഥക് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കഥക്. അടുത്ത ചോദ്യം എന്താണ്? കൂടിയാട്ടം എന്നത് എന്നിട്ട് വിട്ടു തന്നിട്ടുണ്ട്, ഇവിടെ വിട്ടുപോയിട്ടില്ലേ? എന്താണ്? കൂടിയാട്ടം എന്നുള്ളതൊരു ക്ഷേത്രകലയാണ്. അടുത്ത ചോദ്യം എന്താണ്? ഹംസവും ദമയന്തിയും എന്ന ചിത്രം വരച്ചത് ആരാണ്? ഹംസവും ദമയന്തിയും എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മയാണ്. ആര്? ഹംസവും ദമയന്തിയും എന്ന ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ. തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ച കവി? തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ച കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ കവി? മഹാകവി ആരാണ്? മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ മഹാകവി ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലത്താണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല എന്താണ്? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏതാണ്? ചുമർ ചിത്രകല. അടുത്ത ചോദ്യം എന്താണ്? ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകൻ ആരായിരുന്നു? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതായിരുന്നു? ഹംസവും ദമയന്തിയും അല്ലേ? നമ്മൾ പഠിച്ചു. അതുപോലെ ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകനായിരുന്നു ആര്? രാജാ രവിവർമ്മ. എന്താണ് അടുത്ത ചോദ്യം? വട്ടത്തിൽ നിന്ന് ഒരുമിച്ചു പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചു കളിക്കുന്ന കലാരൂപം. എന്തൊക്കെയാണ് ചെയ്യുന്നത് കളിയിലെ? വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപം ഏതാണ്? കോൽക്കളി. കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപം ഏതാണ്? കഥകളി. അടുത്ത ചോദ്യം എന്താണ്? ഓമനത്തിങ്കൾ കിടാവോ എന്ന അതിപ്രശസ്തമായ താരാട്ട് പാട്ട് രചിച്ചതാര്? ഓമനത്തിങ്കൾ കിടാവോ എന്ന പ്രശസ്തമായ താരാട്ട് പാട്ട് രചിച്ചതാര്? ആരാണ്? ഇരയിമ്മൻ തമ്പി. അടുത്ത ചോദ്യം എന്താണ്? തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. തലമുറയായി പാടി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനമാണ് നാടൻ പാട്ടുകൾ. എന്താണ് അടുത്ത ചോദ്യം? മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗാനശാഖ
ഏതാണ്? വടക്കൻ പാട്ടുകൾ. എന്താണ് അടുത്ത ചോദ്യം? തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളെ പറയുന്ന പേര്. തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകൾ ഏതാണ്? മാപ്പിളപ്പാട്ടുകളാണ് എന്ത്? തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകൾ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഭൂമിയുടെ ഉപഗ്രഹം ഏത്? ഏതാണ് ഭൂമിയുടെ ഉപഗ്രഹം? ചന്ദ്രൻ. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂർ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 365 കാൽ ദിവസമാണ് എന്ത്? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം. ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹം ഏതാണ്? ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹവും എന്താണ്? ചന്ദ്രനാണ് അല്ലേ? ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തെ പറയുന്ന പേര്. ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തിനെ പറയുന്ന പേരെന്താണ്? പൗർണമി അഥവാ വെളുത്ത വാവ്. വെളുത്ത വാവിനാണ് എന്ത്? ചന്ദ്രനെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു വെളുത്ത വാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ്? ഒരു വെളുത്ത വാവ് കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണ് അടുത്ത വെളുത്ത വാവ് വരുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 28 ദിവസം. കറുത്ത വാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് വെളുത്ത വാവ്? നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? വെളുത്ത വാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത വെളുത്ത വാവ് വരുന്നത് അല്ലേ? എത്ര ദിവസമായിരുന്നു നമ്മൾ പഠിച്ചത്? 28 ദിവസം അല്ലേ? ഇനി കറുത്ത വാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ്? എത്രയാണ്? 14 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ? കറുത്ത വാവ് കഴിഞ്ഞിട്ട് 14ാമത്തെ ദിവസമാണ് എന്ത് വരുന്നത്? പിന്നെ വെളുത്ത വാവ് വരുന്നത്. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയത് ആരാണ്? ആരാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്? നീൽ ആംസ്ട്രോങ്. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളെ പറയുന്ന പേരെന്ത്? ജ്വലിക്കുന്ന ആകാശഗോളങ്ങളെ പറയുന്ന പേര് എന്താണ്? നക്ഷത്രങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഏതാണ്? ആര്യഭട്ട. ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ പേടകം ഏത്? ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ബഹിരാകാശ പേടകം ഏതാണ്? ചന്ദ്രയാൻ 1 അല്ലേ? ചന്ദ്രയാൻ 1. ചന്ദ്രനെ തീരെ കാണാത്ത ദിവസം ഏതാണ്? ഏതാണ്? അമാവാസി ദിവസം. എന്താണ്? ചന്ദ്രനെ നമുക്ക് തീരെ കാണാൻ പറ്റില്ലേ? നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ചന്ദ്രനെ പൂർണ്ണമായും കാണുന്ന ദിവസത്തിന് എന്താ പറയുക? നമ്മൾ പൗർണമി അല്ലേ? അപ്പൊ ചന്ദ്രനെ തീരെ കാണാത്ത ദിവസം ഏതാണ്? അമാവാസി അല്ലേ? ചന്ദ്രയാൻ 1 ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 1 ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22-നാണ്. ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേര്. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. എന്താണ് ഇതിന് പറയുന്ന പേര്? പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിനെ പറയുന്ന പേര് എന്താണ്? ഭ്രമണം. ചന്ദ്രന്റെ പ്രകാശത്തിന് പറയുന്ന പേര്. ചന്ദ്രന്റെ പ്രകാശത്തിന് പറയുന്ന പേരെന്താണ്? നിലാവ്. ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? എങ്ങനെയാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാവുന്നത്? ഭ്രമണം കൊണ്ടാണ് എന്ത്? ഭ്രമണം എന്ന പ്രതിഭാസം കൊണ്ടാണ് എന്ത്? ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണം ഏതു ദിശയിലാണ്? ഭൂമിയുടെ ഭ്രമണം. ഭൂമി എങ്ങനെയാണ് കറങ്ങുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്ന ദിശയിലാണ് ഭൂമി ഭ്രമണം കറങ്ങുന്നത്. കാലാവസ്ഥാ പഠനങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹം. കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻ സാറ്റ്. ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണാൻ കാരണം എന്ത്? നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? ചന്ദ്രന്റെ ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയമായതുകൊണ്ടാണ് എന്ത്? നമുക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമായിട്ട് കാണാൻ കഴിയുന്നത്.
ഇനി അടുത്ത ചോദ്യം എന്താണ്? ജലത്തിൻ്റെ വാതകാവസ്ഥ എന്ത്? ജലത്തിൻ്റെ വാതകാവസ്ഥ എന്ത്? എന്താണ്? നീരാവി. തീ, ഇടിമിന്നൽ എന്നിവ ഏത് അവസ്ഥയിലാണ്? ഏതവസ്ഥയിലാണ്? പ്ലാസ്മ. അടുത്ത ചോദ്യം എന്താണ്? 3 അവസ്ഥയിലും കാണപ്പെടുന്ന ഒരു വസ്തു. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ. അതാണല്ലേ 3 അവസ്ഥ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു വസ്തു. ഈ 3 അവസ്ഥയിലും കാണപ്പെടാൻ കഴിയുന്ന ഒരു വസ്തു ഏതായിരുന്നു? ജലം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ EVSൻ്റെ 3 ചാപ്റ്ററുകളിൽ നിന്ന്. ഏതൊക്കെയാണ്? 5, 6, 7 യൂണിറ്റുകൾ അല്ലേ? കലകളുടെ നാട്, മാനത്തേക്ക്, കല്ലായി, കാറ്റായി എന്നീ യൂണിറ്റുകളിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.